എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വെണ്ടയ്ക്കയുടെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഞാൻ വെണ്ടയ്ക്ക വെച്ചതിന് മുൻപ് തോരനൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതധികം ആരും അങ്ങനെ ഉണ്ടാക്കാത്ത ഒരു കറിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നമ്മളുടെ ഇഡലിക്കും ദോശയ്ക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു കറിയാണ്. അതായത് ഇപ്പോൾ സാമ്പാറിലൊക്കെ നമ്മൾ വെണ്ടയ്ക്ക ഇടാറുണ്ട്. പക്ഷെ സാമ്പാർ വെക്കുമ്പോൾ അതിനകത്ത് പരിപ്പ് ചേർക്കും. ചിലർക്കത് വയറിന് അപ്സെറ്റ് ആവും, ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും, അത് ഇതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇതിനധികം ഇൻഗ്രീഡിയൻസ് വേണ്ട. നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചുണ്ടാക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കൂ. പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരും. ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിവിടെ വീട്ടിലുണ്ടായതായതുകൊണ്ട് അത്ര വലുതൊന്നുമല്ല, ഒരു മീഡിയം സൈസ്. പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി, പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക കുറച്ച് നീളത്തിൽ, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന അത്രയും നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ. ഇനി ഇവിടെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളമൊഴിച്ച് വെച്ചിരിക്കുക. ഇതൊന്ന് കുതിർന്ന് കഴിയുമ്പോൾ ഇതിൽ നിന്നുള്ള ജ്യൂസ് പിഴിഞ്ഞെടുക്കണം. വെണ്ടയ്ക്കയും ടൊമാറ്റോയും ഉള്ളിയും ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയും പച്ചമുളകുമാണ്. ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടില്ല. ഒരുവിധം വളരെ ചെറുത് തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യേണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിലിട്ടൊന്ന് നല്ലതുപോലെ സോഫ്റ്റാക്കി കുറച്ച് സമയം, ഒരു മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴത്തേക്ക് ഇതൊന്ന് സോഫ്റ്റായി വരും. കുറച്ച് ഉപ്പും കൂടി ആ സമയത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ടിതിലേക്ക് വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇത് അടിയിൽ കരിഞ്ഞു പിടിക്കരുത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എങ്കിലും. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. ആ മുളകൊക്കെ മുളകിൻ്റെ പച്ചമണമൊക്കെ പോകണം, മഞ്ഞളിൻ്റെ. എന്നിട്ട് ഈ കഷ്ണത്തും ആ മുളകൊക്കെ ഒന്ന് പിടിക്കണം. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. കുറച്ച് സമയം മതി. അത് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ എടുത്തു വച്ചിരുന്ന പുളി പിഴിഞ്ഞ് അതിൻ്റെ ആ ചാറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി ഈ പുളിയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഈ സമയത്ത് ആ പുളി ഈ കഷ്ണത്തുമ്മയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ചോളും. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ടൊമാറ്റോയും ഈ വെണ്ടയ്ക്കയും കൂടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തു, നല്ലതുപോലെ ഇളക്കി കൊടുത്തു. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചു. ഇതിനകത്ത് നമ്മൾ അരപ്പൊന്നും ചേർക്കുന്നില്ല. ഞാനിവിടെ ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ്. അത് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. ഒരു 2 ടീസ്പൂണോളം സാമ്പാർ പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും കായത്തിൻ്റെ പൊടി ഉണ്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഇത് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടാണ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാതെ പൊടിയായിട്ട് തന്നെ ഇട്ടാൽ ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കട്ടയായിട്ട് കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരു തവി വെച്ച് മിക്സ് ചെയ്താലും മതി. മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിൽ വേറെ തേങ്ങ അരച്ചൊന്നും നമ്മൾ ചേർക്കുന്നില്ല.
കണ്ടോ, ഇവിടെ ഇപ്പം വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, പക്ഷേ ഉടഞ്ഞു പോയിട്ടുമില്ല, അതുപോലെ തന്നെ കിടപ്പുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനിയും നമ്മളുടെ ആ സാമ്പാർ പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഇപ്പോൾ ചോറിൽ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറി എന്നുള്ള നിലയ്ക്കാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും മതി. ഒന്നിരുന്നൊന്ന് തിളച്ചൊന്ന് കുറുകി വരണം. ഇനി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അതായത് ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടി, നേരത്തെ ഞാൻ അല്പം ഉപ്പേ ഇട്ടുള്ളൂ, അതുകൊണ്ട് ഇപ്പോഴും വീണ്ടും ബാക്കി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടാൽ മാത്രം മതി. ഒരു ചീനച്ചട്ടി വെച്ചു, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉലുവ, കുറച്ച് മതി, ഒരുപാടായി കഴിഞ്ഞാൽ കയ്പ്പ് തോന്നും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കഷ്ടി, 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയപ്പോൾ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ മൂത്ത് വന്നപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. കണ്ടില്ലേ? എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ അധികം ബുദ്ധിമുട്ടുമില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് പോലും വേണ്ട, അതിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഞാൻ നേരത്തെ എപ്പോഴും പറയുന്നതാണ്, വീണ്ടും പറയുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.